ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാത്തതിനെ ഇടപെട്ട് ഹൈക്കോടതി. നേരിട്ട് കേസെടുത്തുകൂടെ എന്ന് സർക്കാരിനോട് കോടതി. റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ നൽകണം. കുറ്റാരോപിതരുടെ വിവരങ്ങൾ ഇല്ലെന്ന് സർക്കാരിന്റെ ന്യായീകരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ ഫിലിം ചേംബറിൽ ഭിന്നത പരസ്യമാകുന്നു. സിനിമയിൽ സജീവമല്ലാത്തവരുടെ മൊഴിയെന്ന നിലപാട് തള്ളി സാന്ദ്ര തോമസ്. പവർ ഗ്രൂപ്പിന്റെ സാന്നിധ്യം സിനിമാ സംഘടനകളിൽ സംശയിക്കേണ്ടി വരുമെന്ന് സാന്ദ്ര. ഈ ആരോപണ വിധേയരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്താൻ സർക്കാർ തുനിഞ്ഞാൽ അതിന് ഞങ്ങൾ ശക്തിയായി എതിർക്കും. വേട്ടക്കാരെ സംരക്ഷിക്കുന്ന സർക്കാരിന്റെ സിനിമാ കോൺക്ലേവ് തടയുമെന്ന് വി.ഡി. സതീശൻ. മന്ത്രി ഗണേഷ് കുമാറിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. അന്താരാഷ്ട്ര തട്ടിപ്പ് വീരൻ ആഷ്ലിൻ ബെൽമൻ മുങ്ങിയത് പോലീസിന്റെ മൂക്കിന് താഴെ നിന്ന്. കൊച്ചിയിൽ ഗുണ്ടകളുടെ മീറ്റിംഗ് വിളിച്ചുകൂട്ടിയ ആഷ്ലിന്റെ തട്ടിപ്പുകൾ ഒന്നൊന്നായി തുറന്നുകാട്ടി ന്യൂസ് 18. മനുഷ്യാവകാശ നേതാവായും സാമൂഹ്യ മാധ്യമ താരമായും പുരസ്കാരങ്ങൾ സംഘടിപ്പിച്ചും ആഷ്ലിൻ വെട്ടിപ്പ് നടത്തി. ന്യൂസ് 18 ബിഗ് സ്റ്റോറി. പാർട്ടി പതാകയും ഗാനവും പുറത്തിറക്കി വിജയ്. ചുവപ്പും മഞ്ഞയും കലർന്ന പതാകയിൽ 2 ഗജവീരന്മാരും. തമിഴ്നാടിന്റെ ഭാവി മാറ്റിമറിക്കാനുള്ള പതാകയെന്ന് വിജയ്. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 13-കാരിയെ 2 ദിവസത്തിനകം നാട്ടിലെത്തിക്കും. കുട്ടിയെ കണ്ടെത്തിയത് വിശാഖപട്ടണത്ത് നിന്ന്. ആരോഗ്യ പ്രശ്നങ്ങളില്ല. മാതാപിതാക്കളിൽ നിന്ന് മർദ്ദനമേറ്റോ എന്ന് അന്വേഷിക്കുമെന്ന് പോലീസ്. ബോംബ് ഭീഷണിയെ തുടർന്ന് മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ എക്സ്പ്രസിന് അടിയന്തര ലാൻഡിംഗ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കി. യാത്രക്കാർ സുരക്ഷിതർ. ഭീഷണി സന്ദേശം എഴുതിയത് പൈലറ്റിനുള്ള ടിഷ്യൂ പേപ്പറിൽ. കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരോട് തിരികെ ജോലിക്ക് കയറാൻ നിർദ്ദേശിച്ച് സുപ്രീം കോടതി. അച്ചടക്ക നടപടി ഉണ്ടാകരുതെന്ന് ഉത്തരവ്. കർമ്മസമിതി എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമെന്ന് കോടതി. കൊൽക്കത്ത പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് കോടതിയിൽ CBI. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുക്കാത്തതിന് ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ എന്ന ചോദ്യമാണ് ഇന്ന് അഡ്വക്കേറ്റ് ജനറലിനോട് കോടതി ചോദിച്ചത്. സർക്കാർ മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് കോടതിക്ക് നൽകണം എന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് റിപ്പോർട്ടിൽ എന്നുള്ള നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. അതേസമയം റിപ്പോർട്ട് പൊതുമധ്യത്തിലുണ്ട് എന്ന വിശദീകരണമാണ് സർക്കാർ നൽകിയത്. അതുമാത്രമല്ല, പരാതി ആരും നൽകിയിരുന്നില്ല എന്ന ന്യായീകരണമാണ് ഇന്ന് സർക്കാർ കോടതിയെ അറിയിച്ചത്. പരാതി കിട്ടിയാൽ കേസെടുക്കാം എന്നാണ് സർക്കാർ കോടതിയിൽ നൽകിയിരിക്കുന്ന ന്യായീകരണം. അതേസമയം ഇരകൾക്ക് എന്തുകൊണ്ട് നീതി കിട്ടിയില്ല എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുക്കാൻ എന്തായിരുന്നു തടസ്സമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇരകളാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ആരോപണ വിധേയർക്കെതിരെ അന്വേഷണം നടത്തിക്കൂടെ എന്ന പ്രധാനപ്പെട്ട ചോദ്യവും ഇന്ന് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച ഹൈക്കോടതി അടുത്ത മാസം 10 ഈ ഹർജി പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. നവമി ദിനേശ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നവമി, എന്തായാലും നിരവധി ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. കേസെടുത്തുകൂടെ ആരോപണ വിധേയർക്കെതിരെ എന്ന്. പക്ഷേ ഇപ്പോഴും സർക്കാർ ഹൈക്കോടതിയും നൽകിയിരിക്കുന്ന വാദം ഈ വിവരങ്ങൾ, ആരോപണ വിധേയരായവരുടെ വിവരങ്ങൾ പോലും സർക്കാരിന്റെ പക്കൽ ഇല്ല എന്നതല്ലേ? ഒളിച്ചുകളി നടത്തുകയായിരുന്നില്ലേ സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ കേസെടുക്കാത്തതിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ? മഞ്ജുഷ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് 4 ദിവസം കഴിയുന്തോറും സർക്കാരിന്റെ ഒളിച്ചുകളി അതിപ്പോഴും തുടരുകയാണ്. ഒരേ സമയം ഇരയ്ക്കൊപ്പം
ആണെന്ന് പറയുന്ന ഈ സർക്കാർ തന്നെ ഈ ആരോപണ വിധേയരായെ സംരക്ഷിക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്കാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഇന്ന് ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചപ്പോൾ സർക്കാരിനോട് നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വലിയ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഒരു റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിൽ എത്തിയിട്ടും എന്ത് നടപടിയാണ് സർക്കാർ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ എന്ത് നടപടിയാണ് സർക്കാർ എടുക്കാൻ പോകുന്നത് എന്ന് കോടതിക്ക് അറിയണം. അത് എത്രയും വേഗം കോടതിക്ക് മുൻപിൽ സമർപ്പിക്കണം എന്നുകൂടി കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇനി സർക്കാരിന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത ഒരു നിലപാട് സ്വീകരിച്ചേ മതിയാകൂ. ഇനി ആരെയും സംരക്ഷിക്കാൻ കഴിയാത്തൊരു രീതിയിലേക്ക് സർക്കാരിന് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ആദ്യം തന്നെ സർക്കാരിനോട് കോടതി ചോദിച്ചത് സർക്കാരിന്റെ നിലപാട് എന്താണ്. പുറത്തുവിട്ട റിപ്പോർട്ടിൽ രഹസ്യാത്മകത ഇല്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ, ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. പരാതിയുള്ളവർക്ക് പോലീസിനെയോ മജിസ്ട്രേറ്റിനെയോ സമീപിക്കാമല്ലോ എന്നും കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ജുഡീഷ്യൽ കമ്മിറ്റിയല്ല, സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മീഷൻ എന്ന സർക്കാർ മറുപടി നൽകി. റിപ്പോർട്ട് പൊതുജന മധ്യത്തിലുണ്ട്. പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടോ എന്നും കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ എന്നും കോടതി ചോദിച്ചു. മൊഴി നൽകിയവരുടെ പേര് വിവരങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടോ എന്നുകൂടി കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. രഹസ്യ സ്വഭാവം ആണ്, അതുകൊണ്ട് എന്തായാലും സർക്കാരിന്റെ പക്കൽ ഇവരുടെ എല്ലാവരുടെയും പേര് വിവരങ്ങൾ തെളിവുകൾ അടക്കമുണ്ട്. പക്ഷെ ഇത് രഹസ്യ സ്വഭാവമുള്ളതിനാൽ പുറത്തുവിടാൻ കഴിയില്ല എന്ന് സർക്കാർ മറുപടി നൽകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന്, ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ, അങ്ങനെയാണ് എല്ലാവരുടെയും സംശയം. ആ ഒരു സംശയത്തിന് സർക്കാർ എന്ത് മറുപടിയാണ് നൽകുന്നതെന്നും ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. മൊഴി നൽകിയവർക്ക് നേരിട്ട് വന്ന് പറയാൻ അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നുണ്ട് എന്നും കോടതി താല്പര്യപ്പെടുന്നുണ്ട്. ഈ പരാതിക്കാർ ഏതെങ്കിലും വിധത്തിൽ കോടതിയിലേക്കോ അല്ലെങ്കിൽ പോലീസിലേക്കോ മജിസ്ട്രേറ്റ് മുന്നിലേക്കോ വന്ന് പരാതി നൽകാൻ കേസെടുക്കാൻ പരിമിതിയുണ്ട് എന്ന് AG തന്നെ ഹൈക്കോടതിയിൽ പറയുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഇതിൽ പരാതി വന്നാൽ കേസെടുക്കാം എന്ന് പറയുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുറ്റാരോപിതരുടെ വിവരങ്ങൾ പോലും ഇല്ല ഈ റിപ്പോർട്ടിൽ എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടല്ലോ, ഇതിൽ ഇരകളുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഈ ആരോപണം ആർക്കെതിരെയാണോ വന്നിട്ടുള്ളത് അവർക്കെതിരെ അന്വേഷണം നടക്കുന്നതിൽ എന്ത് കുഴപ്പമാണ് ഉള്ളത്? ഈ ചോദ്യം കോടതി ഉന്നയിച്ചുവല്ലോ, അതിന് കൃത്യമായ ഒരു മറുപടി സർക്കാരിന്റെ പക്കൽ ഉണ്ടായിരുന്നു. മഞ്ജു, ആ ഒരു ചോദ്യത്തിന് സർക്കാരിന്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. സർക്കാർ പറഞ്ഞത് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്ന വേളയിൽ ഇത് ചില പേരുകൾ അത് രഹസ്യമായി തന്നെ വെക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ അവരുടെ ഒരു സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിലുള്ള ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അല്ലാത്ത പക്ഷം ഈ ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ പരാതിക്കാരുടെയും ആരോപണ വിധേയരായവരുടെയും പേര് വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന മറുപടിയാണ് സർക്കാർ നൽകിയത്. പക്ഷേ അത് എത്രത്തോളം നമുക്കറിയാം, ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രി അടക്കം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പല രീതിയിലാണ് ഉത്തരം നൽകിയത്. അതിൽ ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കേണ്ടതുണ്ടോ എന്ന് കൂടി ചോദിക്കുമ്പോഴും പറയുന്നത് ഈ കമ്മീഷൻ ഒരു കത്ത് നൽകിയിരുന്നു, അതിൽ ഇവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടരുത് അല്ലെങ്കിൽ പരാതിക്കാർ അത് ആവശ്യപ്പെട്ടിരുന്നു എന്ന തരത്തിലുള്ള പല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ചിന് നേരെ ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.
യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചാണ് തിരുവനന്തപുരത്തെ DGP ഓഫീസിലേക്ക് നടക്കുന്നത്. ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞിരിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ. നേരത്തെ യൂത്ത് കോൺഗ്രസ് ആണ് DGPക്ക് പരാതി കൊടുത്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണ വിധേയരായവരുടെ പേരിൽ കേസെടുക്കണം എന്ന ആവശ്യമായിരുന്നു യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചത്. പക്ഷേ ഈ പരാതി ADGPക്ക് കൈമാറി എന്നല്ലാതെ അതിന്മേൽ കൂടുതൽ നടപടികൾ ഉണ്ടായിട്ടില്ല. അതിനിടയ്ക്കാണ് ഈ പരാതി കോടതിയിൽ വന്നത്. ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്തു. അതിന്മേലാണ് ശ്രദ്ധേയമായ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോഴും DGP ഓഫീസിലേക്ക്, അതിന് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസ്. ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് തലസ്ഥാനത്ത് നടത്തുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ കോൺക്ലേവ് വിളിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തരം ഒരു കോൺക്ലേവിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അറിയിച്ചിട്ടുണ്ട്. കോൺക്ലേവ് തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് പറഞ്ഞിരുന്നു. വേട്ടക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കോൺക്ലേവ് നടത്തുന്നത് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഇപ്പോൾ DGP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. ഡാൻ കുര്യൻ ചേരുകയാണ് ഈ സ്ഥലത്ത് നിന്ന്, DGP ഓഫീസിന് മുന്നിൽ നിന്ന്. ഡാൻ, ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടല്ലോ. ഇത് ആവർത്തിക്കുക എന്നുള്ളത് തന്നെയാണോ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പദ്ധതി? അതായത് കേസെടുക്കുന്നതുവരെ സമരം തുടരാനാണോ തീരുമാനം? എന്താണ് ഇപ്പോൾ തലസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്? സ്വാഭാവികമായ നടപടിക്രമത്തിനപ്പുറത്തേക്ക് ADGPക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയതൊഴിച്ചാൽ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാൻ പോലീസ് തയ്യാറാകാതിരിക്കുന്നത് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്നാണ് ആക്ഷേപം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് വഴുതക്കാടുള്ള ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാനവീയം വീഥിയിൽ നിന്ന് തുടങ്ങിയ മാർച്ച് ഇപ്പോൾ ആൽത്തറ ജംഗ്ഷനിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. 2 തവണ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനായി നടത്തിയ ശ്രമമാണ് പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് തടഞ്ഞത്. പതിവിൽ നിന്ന് വിപരീതമായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ, പ്രവർത്തകർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ തള്ളി മാറ്റിയ ഒരു ബാരിക്കേഡ്, അതായത് പ്രവർത്തകർ വലിച്ചു താഴേക്കിട്ട ഒരു ബാരിക്കേഡിന് മുകളിലൂടെ അപ്പുറത്തേക്ക് ഇടാനുള്ള ശ്രമത്തിന് നേരെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. ആ ബാരിക്കേഡ് ഇപ്പോൾ പ്രതിഷേധക്കാർ തന്നെ തിരികെ അപ്പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. സ്വാഭാവികമായി പോലീസിന് നേരെ കൂകി വിളിക്കുകയാണ് പ്രതിഷേധക്കാർ. കാരണം അവർ സമീപത്ത് വെച്ചിരുന്ന ബാരിക്കേഡാണ് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ ഉയർത്തി മുകളിലേക്ക് എറിഞ്ഞത്. അത് ചെറുക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും 3ാം തവണയും തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനിടയിലാണ് പ്രതിഷേധവുമായി വീണ്ടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന് സമീപത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷേ ഇത്രയധികം നേരം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. വനിതകൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് നടപടികളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. സ്വാഭാവികമായി അവർ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് തന്നെ പ്രതിഷേധക്കാരെ ചെറുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ പിരിഞ്ഞുപോയ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് സമീപത്തെ വഴികളിലൂടെ വീണ്ടും എത്തുകയാണ്. സ്വാഭാവികമായി അതിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കാനുള്ള ശ്രമം അവർ വീണ്ടും നടത്തും. അതിനെ ഏത് തരത്തിലായിരിക്കും പോലീസ് നേരിടുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷാ മേഖലയാണ് പോലീസ് മേധാവിയുടെ കാര്യാലയം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലമാണ്. ഈ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമത്തിനിടയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ ശരി, ദൃശ്യങ്ങൾ എന്തായാലും കണ്ടുകൊണ്ടേയിരിക്കാം. അതേസമയത്ത് തന്നെ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ആ പ്രധാനപ്പെട്ട നിർദ്ദേശം, അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി നവമി കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തിരുവനന്തപുരത്ത് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. നവമി, മറ്റൊരു കാര്യം, ഇന്നത്തെ കോടതിയിലെ ഈ വാദങ്ങൾക്കിടയിൽ ഉണ്ടായത്, ആരും പരാതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം സർക്കാർ കോടതിയിൽ വാദിക്കുകയായിരുന്നു. അപ്പോൾ കോടതിയുടെ ഒരു ചോദ്യമുണ്ടായിരുന്നു, ഇങ്ങനെ മൊഴി നൽകിയവർ ഈ പരാതിയുമായി പരസ്യമായിട്ട് വരുമോ എന്നുള്ള ഒരു സംശയം കോടതി ഉന്നയിച്ചിരുന്നു. ഇതിന് AGയുടെ മറുപടി എങ്ങനെയായിരുന്നു? മഞ്ജുഷ, ഇതിനു മുൻപ് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്നും തരുന്ന മറുപടി, അതായത് ഇത്തരത്തിലൊരു പരാതിക്കാരുണ്ടായാൽ മാത്രമേ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, പരാതിക്കാരില്ലാതെ ഈ ആരോപണ വിധേയരെ ഒരു ആരോപണത്തിന്റെ പേരിൽ മാത്രം കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പലതവണ സർക്കാർ മറുപടി നൽകിയിരുന്നു. അത് തന്നെയാണ് കോടതിയിലും വ്യക്തമാക്കിയത്. പരാതിക്കാരുണ്ടെങ്കിൽ സർക്കാർ വേണ്ട വിധത്തിൽ മറുപടി നൽകുമെന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ
പക്ഷേ അതിൽ കോടതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുന്നത് ഈ ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിനു ശേഷം ഇനി ഏത് വിധത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. പരാതിക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇതുമായി കേസുമായി അല്ലെങ്കിൽ ഇതിലൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ചോദ്യമാണ് സർക്കാരിനോട് ചോദിച്ചത്. പക്ഷേ സർക്കാർ ഇപ്പോഴും ഇതിലൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. കാരണം നമുക്കറിയാം ഈ ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത്. അതിൽ പലപ്പോഴും സർക്കാരിന്റെ ഒരു സമീപനം അത് ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന ഒരു രീതിയിലേക്കുള്ളൊരു മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പലപ്പോഴായി ഉണ്ടാകുന്നത്. അതേ തരത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് ഇന്ന് കോടതിയിലും ആവർത്തിച്ചത്. പക്ഷേ കൃത്യമായി സർക്കാരിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. 10-ാം തീയതി, അടുത്ത മാസം 10-ാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിന് കൃത്യമായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് കേസെടുക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് അന്വേഷണം നടത്താൻ സാധിക്കുന്നില്ല എന്ന കാര്യത്തിൽ. അതേസമയത്ത് തന്നെ നവമി, ഈ സിനിമാ സംഘടനകളിലും ഇതേക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ കൂടി വരുന്നുണ്ടല്ലോ. ഫിലിം ചേംബർ എല്ലാ സിനിമാ സംഘടനകളുടെയും ഒരു കേന്ദ്ര ബോഡിയാണല്ലോ ഫിലിം ചേംബർ എന്ന് പറയുന്നത്. അവിടെ ഇന്നലെ നടന്ന മീറ്റിംഗിന് ശേഷം ഈ ഭിന്നത പരസ്യമായി കഴിഞ്ഞുവല്ലോ. ഇപ്പോൾ ഇന്നലെ ഫിലിം ചേംബറിന്റെ യോഗശേഷം ചേംബറിന്റെ ജനറൽ സെക്രട്ടറിയായ സജി നന്ദിയാട്ട് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഈ സിനിമയിൽ സജീവമല്ലാത്ത ആളുകളുടെ മൊഴിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് എന്ന പരാമർശമുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ സാന്ദ്ര തോമസ്, പ്രമുഖ നിർമ്മാതാവും നടിയുമാണ് അവർ. സാന്ദ്ര ഇപ്പോൾ പരസ്യമായിട്ട് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരിക്കുകയാണല്ലോ. സംഘടനകളിൽ തന്നെ, സിനിമാ സംഘടനകളിൽ തന്നെ പവർ ഗ്രൂപ്പിന്റെ സ്വാധീനമുണ്ട് എന്നവർ പറയുകയും ഇനിയും മൗനം തുടർന്നാൽ പൊതുസമൂഹത്തിൽ നിന്ന് കല്ലേറ് നേരിടേണ്ടി വരും എന്നുള്ള ഒരു ഗുരുതരമായ കാര്യം സംഘടനകൾക്കെതിരെയും ഫിലിം ചേംബറിനെതിരെയും ഉന്നയിച്ചിരിക്കുകയാണല്ലോ അവർ. എന്താണ് ഇപ്പോൾ ചേംബറിനുള്ളിൽ നടക്കുന്നത്? മഞ്ജുഷ, ഇന്നലെ ഫിലിം ചേംബറിന്റെ യോഗത്തിൽ അതിൽ സുരേഷ് ഗോപിക്ക് ആദരവുണ്ടായിരുന്നു. ഇതിനുമായി മീഡിയ ഈ സുരേഷ് ഗോപി അടക്കമുള്ള ഈ ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് സാന്ദ്ര തോമസിനോട് നമ്മൾ മറുപടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഏത് വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ആ കാര്യം തന്നെയാണ് സാന്ദ്ര തോമസ് ഇന്നലെ മാധ്യമങ്ങളോട് ഓഫ് റെക്കോർഡായി പറഞ്ഞത്. കാരണം താൻ അടക്കമുള്ളവർ ഈ ഇൻഡസ്ട്രിയിലുള്ളവരാണ്. തങ്ങൾക്കും ഇത്തരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ബാനിങ് അല്ലെങ്കിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തുമോ എന്നുള്ളൊരു ഭയമുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ ഇതിൽ പരസ്യമായി മറുപടി നൽകാത്തതെന്ന് സാന്ദ്ര തോമസ് ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. അതിനുശേഷം ഈ ചേംബറിൽ ഈ നടന്ന ഈ ആദരവിൽ സുരേഷ് ഗോപി അടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ അല്ലെങ്കിൽ 2 വ്യക്തികൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഒരു സിനിമാ മേഖലയെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു മറുപടിയാണ് സുരേഷ് ഗോപി തന്നത്. പക്ഷേ മറ്റ് സംഘടനകൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആരോപണ വിധേയരായി നിൽക്കുന്നത് അമ്മ സംഘടനയിലുള്ളവരാണ്. അതിൽ ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ആരും തന്നെ ഇതുവരേക്ക് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർക്ക് 10 ദിവസമാണ് ആവശ്യപ്പെട്ടത്. ഈ റിപ്പോർട്ട് ഇറങ്ങി 4 ദിവസം കഴിയുന്നു. മാധ്യമങ്ങളടക്കം വലിയ വാർത്തയാകുന്നു. ഇന്ന് കോടതി വരെ ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യമുണ്ടായി. എങ്കിൽ പോലും അമ്മയ്ക്ക് ഇനി എന്തിനാണ് 10 ദിവസം ഈ റിപ്പോർട്ട് പഠിക്കാൻ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. എന്തായാലും ഇന്ന് സാന്ദ്ര തോമസിന്റെ പ്രതികരണം അത് ഇന്നലെ ഈ ഒരു ചേംബർ കഴിഞ്ഞതിന് ശേഷം സജി നന്ദിയാട്ട് മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയായിരുന്നു സജി നന്ദിയാട്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സജി നന്ദിയാട്ട് അത് പറയുകയും ചെയ്തു. സാന്ദ്ര തോമസ് അടക്കമുള്ളവർ ഇതിൽ മൊഴി നൽകി എന്നുള്ളൊരു പരാമർശം നടത്തി. ഇത് സാന്ദ്ര തോമസിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരു നടി മാത്രമാണ് അല്ലെങ്കിൽ WCCയുടെ സ്ഥാപകയായതിൽ ഒരാൾ മാത്രമാണ് സിനിമാ മേഖല സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്ന മറുപടി നൽകിയത് അല്ലെങ്കിൽ മൊഴി നൽകിയത്. ബാക്കി എല്ലാവരും സിനിമാ മേഖലയിലെ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് തന്നെ പറയുന്നു. അക്കൂട്ടത്തിൽ സാന്ദ്ര തോമസ് ഉണ്ട് എന്ന രീതിയിലേക്ക് ഇന്നലെ സജി നന്ദിയാട്ട് ഒരു പ്രഖ്യാപനം നടത്തുന്ന അല്ലെങ്കിൽ ഒരു മറുപടി നൽകുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷം നടത്തിയ യോഗത്തിൽ സാന്ദ്ര തോമസ് വലിയ രീതിയിലാണ് ആ മീറ്റിംഗിൽ പൊട്ടിത്തെറിച്ചത്. അതിലിങ്ങനെ പറയുന്നു, ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ ഉൾപ്പെടുന്ന കമ്മിറ്റി, അതായത് നമ്മളുടെ ഈ ഒരു സിനിമ നമ്മൾ നമ്മുടെ ജോലിയിടത്തിനെ പറ്റി ഇത്ര വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് ഫിലിം ചേംബർ അടക്കം അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ മറ്റ് സംഘടനകൾ
ഒന്നും തന്നെ ഇതുവരേക്കും മറുപടി നൽകാത്തത് അതിനർത്ഥം ഈ പറയുന്നത് ശരിയാണോ? ഈ പവർ ഗ്രൂപ്പ് അതുണ്ടോ? അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇത് നമ്മുടെ തന്നെ സമൂഹം സിനിമാ മേഖലയിലെ തന്നെ അല്ലെങ്കിൽ സിനിമയെ ഒന്നടങ്കം തന്നെ കല്ലെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായി ഇതിലൊരു മറുപടി ഉടൻ തന്നെ നൽകിയേ മതിയാകൂ എന്നുള്ളൊരു വലിയ വിമർശനമാണ് ഇന്നലെ യോഗത്തിലും സാന്ദ്ര തോമസ് ഉന്നയിച്ചത്. നവമിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഫിലിം സംഘടനകൾക്കിടയിലും സിനിമാ സംഘടനകൾക്കിടയിലും ഇങ്ങനെയുള്ള ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ പരസ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭിന്നത ഫിലിം ചേംബറിലും ഇപ്പോൾ പ്രകടമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോൺക്ലേവ് നടത്തി തീരുമാനമെടുക്കുവാനാണ് സർക്കാരിന്റെ തീരുമാനം. സിനിമയിലെ എല്ലാ സംഘടനകളെയും വിളിച്ചിരുത്തി കോൺക്ലേവ് നടത്തുവാനാണ് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊരു കോൺക്ലേവ് നടത്തുന്നത് സ്ത്രീത്വത്തിന് തന്നെ എതിരായ നീക്കമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇന്ന് പറഞ്ഞത്. വേട്ടക്കാരെയും ഇരകളെയും ഒരുമിച്ചിരുത്തിയാണ് സർക്കാർ കോൺക്ലേവ് നടത്താൻ പോകുന്നത്. അങ്ങനെയൊരു കോൺക്ലേവ് എന്ത് വില കൊടുത്തും തടയുമെന്നും ഇന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ആരോപണ വിധേയനായവനെ ഇപ്പുറത്തും അതിന്റെ അപ്പുറത്ത് ഇരകളായ സ്ത്രീകളെ തിരുത്തി ഈ പാവം പെൺകുട്ടികളെ അപമാനിക്കല്ലേ സർക്കാർ ചെയ്യുന്നത്? അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അത്തരം ഒരു കോൺക്ലേവ്, ഈ ആരോപണ വിധേയരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് നടത്താൻ സർക്കാർ തുനിഞ്ഞാൽ അതിന് ഞങ്ങൾ ശക്തിയായത്. വേറെ അല്ല നിയമോപദേശം കൊടുക്കേണ്ടത്, സർക്കാരിന് ആവശ്യമായ ഉപദേശമാണ് അദ്ദേഹം കൊടുത്തത്. സർക്കാർ ആഗ്രഹിച്ച ഉപദേശം. മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ഞാൻ കഴിഞ്ഞ അദ്ദേഹത്തോട് മറുപടി പറയാനാണ് പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുവരെ ഒരു നടപടിയും എടുക്കാതിരുന്ന സർക്കാരിനെതിരെ അതിശക്തമായ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ നേരത്തെ സ്വമേധയാ എടുത്ത കേസ് സുപ്രീം കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ്. കേസ് ഫയലുകളുടെ സമയങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കുറ്റകൃത്യം കൈകാര്യം ചെയ്യുന്നതിൽ കൊൽക്കത്ത പോലീസിന് വീഴ്ച പറ്റി എന്നുള്ള കാര്യവും സുപ്രീം കോടതി വിമർശനാത്മകമായി തന്നെ ഉന്നയിക്കുകയുണ്ടായി. കൊൽക്കത്ത പോലീസിന് വീഴ്ചയുണ്ടായി എന്ന് CBIയും കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരോട് ഡ്യൂട്ടിക്ക് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ഒരച്ചടക്ക നടപടിയും ഈ ഡോക്ടർമാർക്കെതിരെ ഉണ്ടാകരുതെന്നും കോടതി കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MG മിഥുൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഡോക്ടർമാർക്ക് സംരക്ഷണം ഉറപ്പാക്കുമെന്നും അതേപോലെ തന്നെ എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായാലും ആ വിഷയങ്ങൾ ഈ കർമ്മസമിതി മുൻപാകെ പറയാമെന്നും ഉള്ള ഒരു ആശ്വാസവാക്കും കോടതിയിൽ നിന്നുണ്ടായിട്ടുണ്ടല്ലോ. അതേസമയത്ത് തന്നെ അതിരൂക്ഷമായ ഭാഷ തന്നെയല്ലേ ഇന്നും ബംഗാൾ സർക്കാരിനും കൊൽക്കത്ത പോലീസിനുമെതിരെയുള്ള കോടതിയുടെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും വന്നിരിക്കുന്നത്? മഞ്ജുഷ, തീർച്ചയായും അതിശക്തമായ വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഇന്നും ഉണ്ടായത്. സുപ്രീം കോടതി അക്ഷരാർത്ഥത്തിൽ ബംഗാൾ സർക്കാരിനെയും ഒപ്പം തന്നെ പോലീസിനെയും കുടഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം കോടതി കേസ് പരിഗണിച്ചപ്പോൾ രൂക്ഷമായ ഭാഷയിൽ അന്ന് വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്നും സമാനമായ സ്ഥിതിഗതികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ കുറ്റകൃത്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, കൃത്യമായ വീഴ്ച ബംഗാൾ സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട്. സമീപകാലത്തൊന്നും തന്നെ ഇത്രയും മോശമായ രീതിയിൽ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച ചൂണ്ടിക്കാണിച്ചിട്ടില്ല. കഴിഞ്ഞ 30 വർഷത്തിനിടയിലുള്ള കേസുകൾ എടുത്ത് പരിശോധിച്ചാൽ പോലും തന്നെ ഇത്തരത്തിൽ വീഴ്ച സംഭവിച്ച മറ്റൊരു കേസ് ഉണ്ടാകില്ല എന്നുകൂടി ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കൂടാതെ ഈ സമയങ്ങളിൽ കേസ് ഫയലുകളിലെ പോലീസ് തയ്യാറാക്കിയിട്ടുള്ള കേസ് ഫയലുകളിലെ സമയങ്ങളിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുണ്ട്. ഒപ്പം തന്നെ CBI ഇതുമായി ബന്ധപ്പെട്ട് CBI കൗൺസിലിൽ ഹാജരായപ്പോൾ അതിന്റെ CBIയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം 5ാമത്തെ ദിവസം ഈ കേസ് തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും നശിപ്പിക്കപ്പെട്ടിരുന്നു. അത് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ബംഗാൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. കൂടാതെ തന്നെ ഈ ക്രൈം സീൻ നടന്നിട്ടുള്ള സംഭവസ്ഥലം അത് പോലീസിന്റെ അധീനതയിലാവുന്നതിന് 18 മണിക്കൂർ സമയമെടുത്തു. കൂടാതെ തന്നെ ഇത്തരത്തിൽ ഈ CRPC നടപടിക്രമങ്ങൾ കൊൽക്കത്ത പോലീസ് പാലിച്ചിട്ടില്ല. അസ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം കൂടി സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. കൂടാതെ പിന്നീട് എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അസ്വാഭാവിക മരണമാണ് എന്ന് രേഖപ്പെടുത്തി അടക്കമുള്ള കാര്യങ്ങൾ കൂടി കോടതി ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഒരു കാരണവശാലും ബംഗാൾ സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ല. കൃത്യമായ വിവരങ്ങൾ ഇനി കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടാകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നു. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കേസ് പരിഗണിക്കുകയാണ്. കൃത്യമായ വാദപ്രതിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ചെയ്യും. CBI മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിനെ ഖണ്ഡിക്കാൻ ഒരു തരത്തിലും ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകന് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ മുന്നോട്ട് വെച്ച ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായ നിർദ്ദേശം കോടതി ഉത്തരവിലൂടെ ഇറക്കിയുണ്ടായി. അതായത് ഈ റെസിഡന്റ് ഡോക്ടർമാർക്ക് ഉൾപ്പെടെ ഈ കർമ്മസമിതി
സമിതിക്ക് മുമ്പാകെ പരാതികൾ ധരിപ്പിക്കാം. ആ പരാതികളെല്ലാം തന്നെ കേൾക്കാൻ വേണ്ടിയാണ് ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു കർമ്മസമിതിയെ നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ആർക്കും എല്ലാ കാര്യങ്ങളും എന്ത് പരാതി ഉണ്ടോ ആ കാര്യങ്ങളെല്ലാം തന്നെ കർമ്മസമിതി പരിശോധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ നിലവിൽ പ്രതിഷേധത്തിലിരിക്കുന്ന സമരത്തിലിരിക്കുന്ന ഈ ഡോക്ടർമാരൊക്കെ തന്നെ തിരികെ ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി വീണ്ടും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് വെക്കുകയുണ്ടായി. ഒപ്പം തന്നെ തിരികെ എത്തുന്ന ഡോക്ടർമാർക്കെതിരെ ഒരു കാരണവശാലും അച്ചടക്ക നടപടി ഉണ്ടാകാൻ പാടില്ല, സമരത്തിലേർപ്പെട്ട ഡോക്ടർമാർക്കെതിരെ ഒരു തരത്തിലും നടപടിയെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കർശന നിർദ്ദേശം കൂടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡോക്ടർമാർക്ക് കർശനമായ ഒരു നിർദ്ദേശമല്ല കോടതി നൽകിയിരിക്കുന്നത്. ഡോക്ടർമാരോട് ഒരു അഭ്യർത്ഥന എന്ന രീതിയിൽ തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഡ്യൂട്ടിക്ക് ഹാജരാകണം, അവർക്ക് സുരക്ഷാ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല, അവരുടെ ആശങ്കകൾ കർമ്മസമിതിക്ക് മുൻപാകെ അവർക്ക് അറിയിക്കാമെന്നും സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായി വിശാഖപട്ടണത്ത് ട്രെയിനിൽ നിന്ന് കണ്ടെത്തിയ പെൺകുട്ടിയെ നാളെ നാട്ടിലെത്തിക്കും. കഴിഞ്ഞ രാത്രി താമ്പരം എക്സ്പ്രസിൽ നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകരാണ് കുട്ടിയെ കണ്ടെത്തിയത്. ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ കുട്ടി വിശാഖപട്ടണത്ത് ഉള്ളത്. കഴക്കൂട്ടം വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് ഇതേക്കുറിച്ച് തിരുവനന്തപുരത്ത് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പ്രതികരിക്കുകയുണ്ടായി. കുട്ടിക്ക് വീട്ടുകാരിൽ നിന്ന് മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. ഇപ്പോൾ ഓൾറെഡി തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 4 ഉച്ചക്ക് അവിടെ എത്തും. വിജയവാഡ ട്രെയിനിൽ വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണം 4 ഉച്ചക്ക് അവിടെ എത്തും. അവിടെ ഓൾറെഡി ഞങ്ങൾ CWCനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ CWC ചെയർപേഴ്സൺ രാധ മേഡമാണ്. മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, കേസ് എല്ലാം ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ഉടനെ പെട്ടെന്ന് എല്ലാ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉടനെ പെട്ടെന്ന് അവിടെ നിന്ന് നാളെ തന്നെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കും, കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത നടപടികൾ ചെയ്യും. കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് മാത്രം പറയാൻ പറ്റും. തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡിയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV വിനോദ് ചേരുകയാണ്. വിനോദ്, ഇനി കുറച്ചുകൂടി ഫോർമാലിറ്റികൾ ബാക്കിയുണ്ടല്ലോ. നാളെ കുട്ടിയെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണോ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്? എന്താണ് പോലീസിന് ഇക്കാര്യത്തിലുള്ള വിശദീകരണം? മഞ്ജുഷ്, നാളെ വൈകിയോ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയോ കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംഘമുള്ളത്. കഴക്കൂട്ടത്തു നിന്നുള്ള 5-അംഗ പോലീസ് സംഘവും അതോടൊപ്പം തന്നെ CWC പ്രതിനിധികളുമാണ് വിശാഖപട്ടണത്തേക്ക് പോയിട്ടുള്ളത്. കഴക്കൂട്ടത്തു നിന്നുള്ള പോലീസ് സംഘം വനിതാ SIയുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കും എന്ന കാര്യം ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പോലീസ് കുട്ടിയെ ലഭിച്ചതിന് ശേഷം ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പരിഗണിക്കുന്നത് എന്തുകൊണ്ട് കുട്ടി വീട് വിട്ട് പോകേണ്ടി വന്നു എന്ന കാര്യമാണ്. അതിൽ തന്നെ കുട്ടിക്ക് വീട്ടിൽ മർദ്ദനമേറ്റിരുന്നു, മാനസികമായ പീഡനം നേരിട്ടിരുന്നു എന്ന കാര്യം ഏറെക്കുറെ വെളിപ്പെടുത്തലുകൾ അതിൽ വ്യക്തത വന്നിട്ടുണ്ട്. സമീപവാസികളാണ് അത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിക്കും. കുട്ടിയുടെ മാനസികാരോഗ്യം അതിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും പിന്നീട് ഈ മാതാപിതാക്കൾക്ക് കുട്ടിയെ കൈമാറുക. അതിനു മുൻപ് മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ച് കുട്ടിയിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്യും. ഏത് സാഹചര്യത്തിലാണ് വീട് വിട്ടു പോയത് എന്നത് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. കുട്ടി അസമിലേക്കുള്ള യാത്രയിലായിരുന്നു. അതായത് കുട്ടിയുടെ കുടുംബം അസമിലാണ്, അവരുടെ കുടുംബാംഗങ്ങളെല്ലാം അവിടെയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മാതാപിതാക്കൾക്കൊപ്പം കുട്ടി ഇവിടേക്ക് എത്തുന്നത്. പിതാവ് ഒരു സ്വകാര്യ സ്കൂളിൽ തോട്ടപ്പണിക്കാരനായി ജോലിയിൽ പ്രവേശിച്ചിരുന്നു. മാത്രമല്ല, ഈ കുട്ടിയുടെ സ്കൂൾ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇളയ കുഞ്ഞുങ്ങളുമായി വഴക്കിട്ടു എന്നതിൻ്റെ പേരിൽ മാതാവ് ശകാരിക്കുന്നതും വീട്ടിൽ നിന്ന് കുട്ടി ഇറങ്ങിപ്പോവുകയും ചെയ്ത സാഹചര്യമുണ്ടാകുന്നത്. ഇപ്പോൾ സമാജത്തിൻ്റെ ആൾക്കാരാണ് കഴിഞ്ഞ ദിവസം കുട്ടിയെ കണ്ടെത്തിയത്. അവർ പറയുന്നത് കുട്ടി ഫോണിലൂടെ പോലും അമ്മയോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന കാര്യമാണ്. അമ്മയോട് കുട്ടി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന കാര്യം അവർ പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് കുട്ടി പോകേണ്ടി വന്നു എന്ന കാര്യം പ്രധാനമായും പരിശോധിക്കും. അത് മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴിയായി നൽകിയ ശേഷമായിരിക്കും മാതാപിതാക്കൾക്ക് കുട്ടിയെ തിരികെ നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. മഞ്ജുഷ്. ശരി, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. നടൻ വിജയുടെ പാർട്ടിയുടെ പതാകയും ഗാനവും ഇന്ന് പുറത്തിറക്കി. പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്തായിരുന്നു ഈ ചടങ്ങുകൾ നടന്നത്. ആദ്യമ ദൃശ്യങ്ങൾ കാണാം.
തമിഴക വെട്രിക്കഴകത്തിന്റെ പതാകയും ഗാനവുമാണ് വിജയ് പുറത്തിറക്കിയത്. പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് രാവിലെ നടന്ന ചടങ്ങിലായിരുന്നു വിജയ് പതാക പുറത്തിറക്കിയത്. പാർട്ടി ഗാനത്തിന്റെ അകമ്പടിയോടെ പതാക ഉയർത്തുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. കൂടുതൽ വിവരങ്ങൾ രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകും ആ റിപ്പോർട്ടിലേക്ക്. തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തോടെ തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ഒരു അധ്യായം തുറക്കാൻ ഒരുങ്ങുകയാണ് നടൻ വിജയ്. കഴിഞ്ഞ കുറെ നാളുകളായി വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴ് രാഷ്ട്രീയത്തിൽ സജീവമാണ്. നമുക്കറിയാം, നേരത്തെ വിജയുടെ ആരാധക വൃന്ദം അവർ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി അതിന്റെ പതാകയും ഒപ്പം ഗാനവും ഇന്ന് വിജയ് പുറത്തിറക്കുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ അദ്ദേഹം ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് എത്തുകയും ഈ ആരാധകർക്കൊപ്പം പാർട്ടി പ്രവർത്തകർക്കൊപ്പം ചേരുകയും ചെയ്തു. പ്രധാനമായും ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പതാകയാണ് വിജയ് തന്റെ പാർട്ടിക്കായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ജനാധിപത്യം, മതേതരത്വം, സാമൂഹ്യനീതി എന്നിവയിൽ ഉറച്ചു നിൽക്കുമെന്നും ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ടെന്നും വിജയ് പറയുകയുണ്ടായി. മതസൗഹാർദ്ദത്തിനും ഐക്യത്തിനും സമത്വത്തിനുമായി തമിഴക വെട്രിക്കഴകം നിലകൊള്ളും എന്നും വിജയ് പ്രഖ്യാപിച്ചു. തമിഴ് ഭാഷയ്ക്കായി ജീവൻ ബലി നൽകിയവരുടെ പോരാട്ടം തുടരുമെന്നും വിജയ് പറയുന്നു. അത്തരത്തിൽ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട് തമിഴ്നാട്ടില്. കാലക്രമേണ അത് ഈ പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. 2026 തമിഴകത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് വിജയ് പറയുന്നത്. രാഷ്ട്രീയ പ്രവേശനം നേരത്തെ തന്നെ പാർട്ടിയുടെ പേരും തമിഴ്നാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം എന്നതുകൂടി ഇതോട് ചേർത്ത് വായിക്കണം. മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ഭാരവാഹികളുണ്ട്. ഈ ഭാരവാഹികളുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തര സമ്പർക്കത്തിലാണ് വിജയ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. തനിക്ക് രാഷ്ട്രീയം ടൈം പാസ് അല്ല എന്ന് വിജയ് പറഞ്ഞു വെക്കുന്നു. സിനിമ വിടുകയാണ്. അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു സിനിമ പൂർണ്ണമായും വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്നും കരാർ എഴുതിയ സിനിമകൾ മാത്രം പൂർത്തിയാക്കുമെന്നുമാണ് വിജയ് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ഒരു അധ്യായം കുറിക്കാനുള്ള ശ്രമമാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ എപ്പോഴും സിനിമാ താരങ്ങൾ ദശാബ്ദങ്ങളോളം തമിഴ്നാട് ഭരിച്ച ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു അടുപ്പം തമിഴ് രാഷ്ട്രീയവും സിനിമയുമായി എപ്പോഴും ഉണ്ട് എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു സ്പേസാണ് വിജയും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, തമിഴകത്ത് AIDMK എന്നുള്ളത്, അതായത് DMK-യോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് അണികളുണ്ടായിരുന്ന, വലിയ പിൻബലമുണ്ടായിരുന്ന AIDMK വിഘടിച്ച് ഏതാണ്ട് ശിഥിലമായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെയാണ് AIDMK-യുടെ വോട്ടുകളിൽ വിജയ് കണ്ണുവെക്കുന്നു. ഒപ്പം നേരത്തെ ഉള്ളതുപോലെ വിജയകാന്തിന്റെ പാർട്ടി ഉണ്ടായിരുന്നു. വിജയകാന്തിന്റെ പാർട്ടിയും അദ്ദേഹത്തിന്റെ ഭരണത്തിന് ശേഷം ഏതാണ്ട് ദുർബലമായ അവസ്ഥയാണ്. പാർട്ടി ഘടകങ്ങളുണ്ട് എങ്കിൽ പോലും പ്രവർത്തനത്തിന് പോലും ഒരു കേന്ദ്രീകരിച്ച് ഒരു നേതാവില്ലാത്ത അവസ്ഥ ആ പാർട്ടിക്കുണ്ട്. അവരുടെ വോട്ട് ബാങ്ക് വിജയ് ലക്ഷ്യം വെക്കുന്നു. അതും 10% വോട്ടുകൾ ഒരു സമയത്ത് തമിഴകത്തുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ വോട്ടുകൾ കൂടി തന്നിലേക്ക് വരുമെന്ന് പറയുന്നു. നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ പലപ്പോഴും ഈ തമിഴക രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം, ദ്രാവിഡ കക്ഷികൾക്ക് പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും നിഷ്പക്ഷരായ ഒരുപാട് പേർ അവിടെ BJP കടന്നു ചെയ്യാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നടത്തിയിരുന്നു. പക്ഷേ ഒരു വലിയൊരു വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. ഒറ്റ ലോക്സഭാ സീറ്റ് പോലും BJPക്ക് ജയിക്കാനായില്ല. വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തിയിട്ടും അവിടെയാണ് വിജയിയുടെ പ്രസക്തി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വിജയ് അത്തരം സ്പേസുകൾ കടന്നു കയറാൻ ശ്രമിക്കുന്നു. ഒപ്പം മറ്റൊരു ശ്രദ്ധേയമായ നീക്കം തമിഴ്നാട്ടിൽ നടക്കുന്നത് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നിട്ട് പിന്നീട് തന്റെ പിൻഗാമിയായി ഒരുപക്ഷെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചേക്കാം എന്നുള്ള സൂചനകളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ തമിഴ്നാട്ടിൽ വിജയിയുടെ സ്പേസ് അത് ഈ പറഞ്ഞതുപോലെ അതിനോട് DMK-യിൽ തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് എതിർപ്പുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. സമീപകാലത്തായി DMK സർക്കാർ നേരിട്ട അതിൽ ചില മന്ത്രിമാർ നേരിടുന്ന അഴിമതി ആരോപണങ്ങളുണ്ട്. പ്രതിരോധത്തിലായ പല പശ്ചാത്തലങ്ങൾ ഉണ്ട്. അങ്ങനെ നിരവധിയായ ഘടകങ്ങൾ തനിക്ക് അനുകൂലമായി ഉണ്ട് എന്ന് വിജയ് കരുതുന്നുണ്ട്. ഈ ഘടകങ്ങളിലൊക്കെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് തമിഴക രാഷ്ട്രീയത്തിൽ ഒരു വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് വിജയ് പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷെ അതൊക്കെ എത്രത്തോളം സാധ്യമാകുമെന്ന് കണ്ടറിയണം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമയമുണ്ട്. അദ്ദേഹം ഒരു പൊതുസമ്മേളനം വിളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വരും ദിവസങ്ങളിൽ തമിഴ്നാട് മൊത്തം യാത്ര ചെയ്തുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലുമുള്ള ആളുകളുമായി നേരിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ വിജയുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് വ്യക്തമായി തന്നെ വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത്. അത് തമിഴക രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നത് വേണം കാത്തിരുന്നു കാണാൻ. ഇനി ന്യൂസ് 18 പുറത്തുവിട്ട ബിഗ് സ്റ്റോറിയാണ്.
കഴിഞ്ഞ ദിവസമാണ് എറണാകുളം മരടിൽ ഗുണ്ടകളുടെ കൂട്ടായ്മ നടന്നത്. ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഗുണ്ട മീറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആഷ്ലിൻ ബെൽമൻ എന്നയാളാണ്. രാജ്യാന്തര കുറ്റവാളിയാണ് ആഷ്ലിൻ എന്നയാൾ. ഇയാളെക്കുറിച്ചുള്ള പല വിവരങ്ങളും പോലീസിനും ഇപ്പോഴും അറിയില്ല എന്നതാണ് വാസ്തവം, അല്ലെങ്കിൽ പോലീസ് മറച്ചുവെക്കുകയാണ്. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ന്യൂസ് 18 കേരളം പുറത്തുവിട്ടത്. രാജ്യാന്തര ബിസിനസ്സുകാരൻ ആണെന്നാണ് സ്വയം അവകാശവാദം. സിനിമാ നിർമ്മാതാവാണെന്നും പറയുന്നു. 20 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള ഒരു സ്ഥാപനത്തിന്റെ മേധാവിയാണെന്നും ആഷ്ലിൻ ബെൽമൻ അവകാശപ്പെടുകയാണ്. ദുബായിൽ തട്ടിപ്പ് നടത്തിയിരുന്നു. മറ്റു പലയിടങ്ങളിലും ആഷ്ലിൻ തട്ടിപ്പ് നടത്തിയതിന്റെ വിവരങ്ങൾ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. തിരുവനന്തപുരം സ്വദേശിയാണ് ആഷ്ലിൻ. ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിന്റെ കൂട്ടാളിയാണ്. അനസിന്റെ വിവരങ്ങൾ ന്യൂസ് 18 കേരളമാണ് നേരത്തെ പുറത്തുവിട്ടത്. അനസ് ഇപ്പോഴും വിദേശത്താണ്. തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്നാണ് സ്വയം ആഷ്ലിൻ അവകാശപ്പെടുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ബോർഡും വെച്ചാണ്, അത് തമിഴ്നാട് സർക്കാരിന്റെയാണ് ആഷ്ലിന്റെ യാത്ര. ഗുണ്ടാ മീറ്റിനായിട്ട് കൊച്ചിയിലെത്തിയ സമയത്തും തമിഴ്നാട് സർക്കാരിന്റെ വാഹനത്തിലാണ് ആഷ്ലിൻ എത്തിയത്. ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തൽ. തമിഴ്നാട്ടിലെ പ്രസ് ക്ലബ്ബ് യൂണിയന്റെ പ്രസിഡന്റ് എന്നും ആഷ്ലിൻ സ്വയം രേഖപ്പെടുത്തുകയാണ്. അവാർഡ് വേദിയിലും ആഷ്ലിന്റെ സാന്നിധ്യം കണ്ടിരുന്നു. നേരത്തെ ലോക് ബന്ധു ഫൗണ്ടേഷന്റെ മികച്ച സംരംഭകനും സിനിമാ നിർമ്മാതാവിനുമുള്ള ആസാദി പുരസ്കാരം കിട്ടിയത് ആഷ്ലിനാണ്. CPM നേതാവ് MV ജയരാജനിൽ നിന്നാണ് അന്ന് ആഷ്ലിൻ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 3.1 മില്യൺ ആളുകളാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സായി ഉള്ളത്. ഇതും കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. ഇങ്ങനെ വിവിധ തലങ്ങളിൽ തട്ടിപ്പ് നടത്തുന്ന ആഷ്ലിൻ ബെൽമന്റെ വിവരങ്ങൾ ന്യൂസ് 18 കേരളം നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് പുറത്തുവിട്ടത്. പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ആഷ്ലിൻ ബെൽമൻ എവിടെയാണെന്ന്. കൊച്ചിയിൽ ഗുണ്ടാ മീറ്റ് സംഘടിപ്പിച്ചത് ആഷ്ലിനാണ്. പോലീസ് എത്തിയപ്പോഴേക്കും ഇയാൾ രക്ഷപ്പെട്ടിരുന്നു. ടോം കുര്യാക്കോസ് ചേരുകയാണ് വിവരങ്ങളുമായി. ടോം, ഈ കൊച്ചിയിൽ ഗുണ്ടാ മീറ്റ് നടത്തുകയും അതിലെ 13 ഗുണ്ടകളല്ലേ, അവരുടെ വിവരങ്ങൾ പോലീസിന് കിട്ടുകയും ചെയ്തിരുന്നു. ഈ ആഷ്ലിൻ എന്നയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പോലീസിന് ഇല്ല എന്നാണോ? ഇയാളെ കുറിച്ച് അന്വേഷണം നടത്തുന്നുണ്ടോ പോലീസ് ഇപ്പോൾ? മഞ്ജുഷ്, ഇക്കഴിഞ്ഞ മാർച്ച് 27-ാം തീയതി കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ട മരട് പെരുമ്പാവൂർ അനസിനെ കുറിച്ചുള്ള ഒരു അന്വേഷണ പരമ്പരയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു ദീർഘമായിട്ടുള്ള ഒരു പരമ്പര, അതായത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അന്ന് ഈ പെരുമ്പാവൂർ അനസ് ദുബായിൽ തുടങ്ങിയ VIP ഗ്രൂപ്പ് എന്ന ഒരു കമ്പനിയെ കുറിച്ചുള്ള വിവരങ്ങൾ, അതിൽ ചില സിനിമാ താരങ്ങളടക്കം ആ ഉദ്ഘാടന ചടങ്ങിൽ, ദുബായിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതിന്റെ തെളിവുകൾ, ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പുറത്തുവിട്ടതാണ്. ആ VIP ഗ്രൂപ്പിന്റെ ഒരു ഓഫീസ് കഴിഞ്ഞ ദിവസം കൊച്ചി മരടില് പ്രവർത്തനം ആരംഭിച്ചിരുന്നു, ഉദ്ഘാടനം നടന്നിരുന്നു. ഇതിനുശേഷം കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ, മരടിലെ ഒരു ഹോട്ടലിൽ ഗുണ്ടാ മീറ്റപ്പ് സംഘടിപ്പിച്ചു. ഇതേ തുടർന്നാണ്, ഈ ഗുണ്ടകളുടെ ഒരു സംഗമം നടന്നതിനെ തുടർന്നാണ് കൊച്ചി സിറ്റി പോലീസും മരട് പോലീസും അതോടൊപ്പം ATSും സംയുക്തമായി അവിടെ റെയ്ഡ് നടക്കുന്നത്. അവിടെ നിന്നും 13, നേരത്തെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ 13 ഗുണ്ടകളെ പിടികൂടുകയും ചെയ്തു. ഈ ഗുണ്ടാ മീറ്റപ്പും VIP ഗ്രൂപ്പ് എന്ന ഈ ഒരു കൊട്ടേഷൻ സെറ്റിൽമെന്റ് പരിപാടികൾക്ക് വേണ്ടി ആരംഭിച്ച ഈ VIP ഗ്രൂപ്പിന്റെ ഓഫീസ് ഉദ്ഘാടനവും നടത്തിയത്, അത് സംഘടിപ്പിച്ചത് ആഷ്ലിൻ എന്ന ഒരു വ്യക്തിയാണ് എന്ന വിവരം മാത്രമാണ് പോലീസിന് ലഭിച്ചത്. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഇപ്പോഴും തുടരുകയാണ്. ഈ ആഷ്ലിന്റെ വാഹനത്തിൽ നിന്നും, ഒരു ആഡംബര വാഹനത്തിൽ നിന്നും മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു ചുമന്ന ബോർഡും കണ്ടെടുത്തിരുന്നു. ഒരു തോക്ക്, കത്തി, മറ്റു മാരകായുധങ്ങൾ പിടിച്ചെടുത്തിരുന്നു. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോഴും ആരാണ് ഈ ആഷ്ലിൻ എന്ന ഒരു സൂചനയും ലഭിച്ചില്ല. ഇതേ തുടർന്നാണ് ന്യൂസ് 18 ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയത്. ഈ ആഷ്ലിൻ തിരുവനന്തപുരം കളിയിക്കാവിള സ്വദേശിയാണ്. ഡോക്ടർ ആഷ്ലിൻ ബെൽമൻ എന്നാണ് ഇയാളുടെ ഒരു ഫേസ്ബുക്കും അതോടൊപ്പം ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇയാളുടെ ID അങ്ങനെയാണ്. ഈ ആഷ്ലിൻ ബെൽമൻ ദുബായ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ദുബായിലും കേരളത്തിലുമൊക്കെയായി പല തട്ടിപ്പുകളും ഇയാൾ നടത്തിയിട്ടുണ്ടെന്ന സൂചനകളുണ്ട്. നേരത്തെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ വൈസ് പ്രസിഡന്റ്, അങ്ങനെ ഒരു പദവി തന്നെ മനുഷ്യാവകാശ കമ്മീഷനില്ല. ആ ഒരു ബോർഡ് വെക്കുന്നു. അതോടൊപ്പം ഇയാളുടെ ലിങ്ക്ഡിനിലും അതോടൊപ്പം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇയാളുടെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യാന്തര ബിസിനസ്സുകാരൻ. ഇയാളുടെ ആസ്തി നേരത്തെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ 896 ബില്യൺ ദീർഘമാണ് ഇയാളുടെ ആസ്തി.
അതായത് ലോകത്തെ തന്നെ അതിസമ്പന്നരിൽ ഒരാളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. മറ്റ് ആന്റി ക്രൈം സംഘടനകളുടെ ഒക്കെ ഫൗണ്ടർ, മറ്റു പല സാമൂഹിക പ്രവർത്തനത്തിനും ഇയാൾ പങ്കാളിയായിട്ടുണ്ടെന്നൊക്കെ സ്വയം പറയുന്നു. 6ലധികം സിനിമകൾ നിർമ്മിച്ചു. തെലുങ്ക്, കന്നഡ, തമിഴിലായി 6 സിനിമകൾ നിർമ്മിച്ചു. അടുത്ത സിനിമ നിർമ്മിക്കാൻ പോകുന്നത് കേരളത്തിലാണ്, മലയാളത്തിലാണ് അടുത്ത സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. ഇക്കാര്യം ഇതൊക്കെ ഇയാൾ സ്വയം അവകാശപ്പെടുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിലെ VIP ഗ്രൂപ്പ് സിനി ഹൗസ് എന്ന പേരിൽ ഒരു സിനിമാ കമ്പനി തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ഒരു ഓഫീസിന് തുടക്കമിട്ടത്. ഒരുപക്ഷെ ഈ പെരുമ്പാവൂരൻസിനെ പോലുള്ള ക്രിമിനലിനെ പോലും, ഗുണ്ടകളെ പോലും ഇയാൾ കബളിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. പരാതി വന്നിട്ടുണ്ടോ ഇപ്പോൾ? പോലീസിന് കേസെടുക്കാവുന്ന രീതിയിൽ എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടോ? ഈ ഗുണ്ടാ മീറ്റ് സംഘടിപ്പിച്ചു എന്നുള്ള കാര്യം മാത്രമേ പോലീസിന് മുന്നിലുള്ളൂ ഇയാൾക്കെതിരെ? മഞ്ജുഷ്, ഇതുവരെയും കേരള പോലീസിൽ ഇയാളുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തമിഴ്നാട് പോലീസും കേരള പോലീസും ഇയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. കാരണം ഇതേ രീതിയിൽ സർക്കാർ സംവിധാനങ്ങളെ പോലും ദുരുപയോഗപ്പെടുത്തി നമ്മുടെ സമൂഹ മാധ്യമങ്ങളെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇയാളുടെ ഫോളോവേഴ്സ് 3.1 മില്യൺ ആണ്. അതായത് കേരള മുഖ്യമന്ത്രിക്ക് പോലും അത്രയും അധികം ഫോളോവേഴ്സ് ഇല്ല. കേരളത്തിലെ ചില പ്രധാനപ്പെട്ട താരങ്ങൾ, അതായത് മോഹൻലാൽ, മമ്മൂട്ടി, ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ള ചില പ്രധാനപ്പെട്ട താരങ്ങൾക്ക് മാത്രമാണ് 50 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ളത്. അത്രയും, അതായത് കേരളത്തിലെ വലിയ സെലിബ്രിറ്റികൾക്ക് പോലും ഇല്ലാത്ത രീതിയിലുള്ള ഫോളോവേഴ്സ് എങ്ങനെ ഒരു സാധാരണക്കാരൻ, അതായത് എനിക്കോ മഞ്ജുഷിനോ ഈ ആഷ്ലിൻ ബെൽമനെ അറിയില്ല. കേരളത്തില് ഈ 3.1 മില്യൺ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയുടെ 10% വരും. അത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഒരാളെ എത്ര പേർക്കറിയാം? മലയാളികൾക്ക് ആർക്കും അറിയില്ല. തമിഴ്നാട്ടിലാണോ? തമിഴ്നാട്ടിലടക്കം ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇതേ രീതിയിൽ പല തെറ്റായ വിവരങ്ങളും ആളുകൾക്ക് കൈമാറി വലിയ രീതിയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതാണ്. ഒരുപക്ഷെ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ പല പരാതികളും ഒരുപക്ഷെ പുറത്തു വരാം, ഇയാൾക്കെതിരെ പല വിവരങ്ങളും പുറത്തു വരാം. കൂടുതൽ നമ്മൾ ഇയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മാധ്യമ പ്രവർത്തകർക്ക് അടക്കം നൽകിയ ആസാദി പുരസ്കാരമുണ്ട്, ലോക് ബന്ധു ഫൗണ്ടേഷന്റെ ആസാദി പുരസ്കാരം. ആ പുരസ്കാര വേദിയിലും ഈ ആഷ്ലിൻ ബെൽമൻ ഉണ്ടായിരുന്നു. അവിടെ ഇയാൾക്ക് പുരസ്കാരം, അതായത് മികച്ച സംരംഭകനും സിനിമാ നിർമ്മാതാവിനുമുള്ള പുരസ്കാരം കൈമാറിയത് CPM നേതാവ് MV ജയരാജനാണ്. അന്നത്തെ വേദിയിൽ ഇപ്പോഴത്തെ MLA-മാരുണ്ടായിരുന്നു, പല രാഷ്ട്രീയ പ്രമുഖരും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രമുഖരൊക്കെ പങ്കെടുത്ത വേദിയിലാണ് ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള രാജ്യാന്തര കുറ്റവാളിയായിട്ടുള്ള ആഷ്ലിൻ ബെൽമൻ അവാർഡ് ഏറ്റുവാങ്ങിയത്. പൂർണ്ണമായും ഇയാളൊരു ആഗോള തട്ടിപ്പുകാരനാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇയാൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളാണ് തെറ്റായ വിവരമാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഈ വാർത്തകൾ എന്തായാലും ആരാണ് ആഷ്ലിൻ ബെൽമൻ എന്ന കാര്യം പോലീസ് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെ മോൻസൺ മാവുങ്കൽ കേസിൽ സംഭവിച്ചതുപോലെ പോലീസും ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽപ്പെട്ടു പോകും. ആഷ്ലിൻ ബെൽമനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണം. ഗുണ്ടാ മീറ്റ് സംഘടിപ്പിച്ച സ്ഥലത്ത് നിന്ന് ആഷ്ലിൻ ബെൽമൻ മുങ്ങുകയും ചെയ്തിരുന്നു. പോലീസിന് കൃത്യമായ വിവരങ്ങൾ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ന്യൂസ് 18 കേരളം പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി കാരണം അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് വിമാനം ഇറക്കിയത്. വിമാനത്തിലെ ശുചിമുറിക്കുള്ളിലാണ് ഭീഷണി സന്ദേശം എഴുതിയ ടിഷ്യൂ പേപ്പർ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. VV വിനോദിന്റെ റിപ്പോർട്ടിലേക്ക്. എയർ ഇന്ത്യയുടെ തിരുവനന്തപുരം മുംബൈ വിമാനത്തിലായിരുന്നു ബോംബ് ഭീഷണി. AI 657 നമ്പർ വിമാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം. വിമാനത്തിലെ ശുചിമുറിക്കുള്ളിൽ ടിഷ്യൂ പേപ്പറിൽ ഭീഷണി എഴുതിയ നിലയിലായിരുന്നു. വിമാനത്തിനുള്ളിൽ ബോംബ് ഉണ്ട് എന്ന തരത്തിൽ ഇംഗ്ലീഷിലായിരുന്നു ഈ ഭീഷണി. ജീവനക്കാർ വിവരം പൈലറ്റിനെ അറിയിച്ചതിനെ തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലേക്ക് ഈ വിവരം കൈമാറി. തുടർന്ന് അടിയന്തര ലാൻഡിങ്ങിന് നിർദ്ദേശം നൽകുകയായിരുന്നു. പ്രത്യേക മേഖലയിലേക്കാണ് ഈ വിമാനം മാറ്റിയത്. അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ഐസൊലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്ക് മാറ്റുകയും യാത്രക്കാരെയും ജീവനക്കാരെയും പുറത്തേക്ക് മാറ്റുകയും ചെയ്തു. ആകെ 135 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ജീവനക്കാരും യാത്രക്കാരും ഉൾപ്പെടുന്നു. തുടർന്ന് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. മറ്റ് സംവിധാനങ്ങളുടെ പരിശോധനയും ഉണ്ടായിരുന്നു. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല. യാത്രക്കാരിൽ ആരോ ഇത്തരത്തിൽ ടിഷ്യൂ പേപ്പറിൽ ഭീഷണി സന്ദേശം എഴുതി ശുചിമുറിയിലിടുകയായിരുന്നു എന്നാണ് കരുതുന്നത്. ഇത് ആരാണ് ഇത് എഴുതിയത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കേസ് ഇപ്പോൾ
പോലീസിന് കൈമാറിയിട്ടുണ്ട്. വലിയതുറ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ വലിയ ഗൌരവത്തോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നതെന്ന പ്രതികരണം നടത്തുകയും ചെയ്തു. ലഗേജുകൾ മുഴുവൻ പുറത്തേക്ക് മാറ്റുകയും അതിന്റെ പരിശോധന നടത്തുകയും ചെയ്തു. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലും വിമാനത്താവള അധികൃതർ നൽകുന്നത്. ആരാണ് ഇങ്ങനെ ഒരു സന്ദേശം എഴുതിയത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. ബോധപൂർവമാണോ ഭീഷണി സന്ദേശം എഴുതിയത് എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്നും തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡി പറഞ്ഞു. ഇതുവരെ അന്വേഷണം നടക്കുന്നുണ്ട്. മൊത്തം എസ് ചെക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബോംബ് സ്ക്വാഡ് അവിടെ പോയിട്ടുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞിട്ടുണ്ട്. ബാത്റൂമിലകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ ACP ശംഖമുഖം ടീം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് റിവ്യൂ കമ്മിറ്റി കൂടും. അത് കഴിഞ്ഞിട്ട് മാത്രം ഞങ്ങൾ പറയാൻ പറ്റും. വയനാട് കോളറ സ്ഥിരീകരിച്ചു. നൂൽപ്പുഴയിൽ കോളറ ബാധിച്ച് ആദിവാസി വീട്ടമ്മ മരിച്ചു. തോട്ടാമൂല സ്വദേശി വിജിലയാണ് മരിച്ചത്. ഈ പ്രദേശത്ത് തന്നെയുള്ള 10 പേർ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. തോട്ടാമോല കുണ്ടാണംകുന്ന് ആദിവാസി ഊരിലെ വിജിലയാണ് മരിച്ചത്. വിജില കടുത്ത അതിസാരമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആ പ്രദേശത്തുള്ള 10 പേർ രോഗലക്ഷണങ്ങളോടുകൂടി ഇപ്പോൾ ആശുപത്രിയിലാണ്. ഇതിൽ പലരും ഐസൊലേഷനിലാണ് ഇപ്പോഴും കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ഒരാൾക്ക് കൂടി ഒരു 22-കാരന് കൂടി കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ വെള്ളത്തിൽ നിന്നാണ് വന്നത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ്. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ സംഘം ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. കൃത്യമായ ORS പൊടികൾ ആളുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ ഒരു ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. നമുക്കറിയാം, വയനാട്ടിലെ ആദിവാസി കോളനികളിൽ ആദ്യമായിട്ടല്ല ഇങ്ങനൊരു സംഭവം വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് 3 തവണ തുടർച്ചയായി വന്നു കഴിഞ്ഞാൽ ഇത് എൻഡമിക്കാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പിനുള്ളത്. വേറെ ഏതെങ്കിലും വിധത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും വിധത്തിൽ ആശുപത്രി ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മറ്റേതെങ്കിലും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ ആളുകൾക്ക് പ്രവേശനമില്ല. ഇത് കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ കൃത്യമായി തന്നെ പോലീസിനെ നിർത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ആദിവാസി ഊരി നിൽക്കുന്ന ഭാഗത്തേക്ക് ആളുകൾക്ക് ഇപ്പോൾ പ്രവേശനമില്ല. അവിടെ കൃത്യമായി തന്നെ ആ പ്രദേശം പൂർണ്ണമായും ആ ഒരു പോലീസിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെയും നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കോളറ പോലുള്ള നമുക്കറിയാം മഞ്ഞപ്പിത്തവും വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണിത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോളറയും ഉള്ളത്. ഒന്ന് തണുത്ത ഭക്ഷണത്തിൽ നിന്ന് വൃത്തിഹീനമായ രീതിയിലുള്ള ഭക്ഷണത്തിൽ നിന്നും അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നുമാണ് കോളറ പകരുന്നത്. ഇത് വലിയ തോതിലുള്ള അതിസാരമുണ്ടാകുന്നു. പ്രധാനമായും ശരീരത്തിലെ നിർജ്ജലീകരണമാണ് മരണത്തിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആദിവാസി മേഖലയിൽ നടത്താൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതായത് ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനം. ഒപ്പം തന്നെ കൃത്യമായ പരിശോധനകളും നടത്തുന്നുണ്ട്. കൃത്യമായ ഇതിൻ്റെ ചികിത്സ ഇപ്പോൾ ആശുപത്രിയിലുള്ളവരുടെ നില അതീവ ഗുരുതരമൊന്നുമല്ല എങ്കിൽ പോലും അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. ഒപ്പം തന്നെ 22-കാരന് പ്രത്യേക ചികിത്സ നൽകുന്നുണ്ട്. അതായത് സാധാരണ അസിത്രോമൈസിനും അതുപോലെ തന്നെ ഡോക്ലിസൈക്ലിനും പോലുള്ള മരുന്നുകളാണ് സാധാരണ നിലയിൽ ഇവർക്ക് കൊടുക്കുന്നത്. ആ മരുന്ന് തന്നെയാണ് അതനുസരിച്ചുള്ള ഒരു ചികിത്സാ രീതി തന്നെയാണ് ഈ 22-കാരൻ്റെ കാര്യത്തിലും തീരുമാനിച്ചിട്ടുള്ളത്. 22-കാരൻ്റെ കാര്യത്തിലും ചെയ്യുന്നത്. എന്തായാലും മറ്റുള്ള ആളുകളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ആ പ്രദേശത്തുള്ള ആ ഊരിലുള്ള ആദിവാസികളുടെ പണിയ വിഭാഗങ്ങൾ, ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളായ പണിയരുടെ ഒരു ഊരാണത്. അവിടെയുള്ള കൂടുതൽ ആളുകൾ ഇപ്പോഴും ഈ ഒരു ഇവരുടെ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു സൂക്ഷ്മ നിരീക്ഷണത്തിൽ തന്നെയാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ 7 വയസ്സുകാരന്റെ ശരീരത്തിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ജീവനക്കാരോട് ആരോഗ്യവകുപ്പ് വിശദീകരണം തേടിയിരിക്കുകയാണ്. സംഭവ ദിവസം ഡ്യൂട്ടിക്ക് കയറിയ 3 ഷിഫ്റ്റിലെ ജീവനക്കാർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ന്യൂസ് 18 കേരളമാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരുന്നു. വിവരങ്ങളുമായി വാർത്ത റിപ്പോർട്ട് ചെയ്ത ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഒരു വിശദീകരണമാണല്ലോ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ന്യൂസ് 18 കേരളത്തിന്റെ വാർത്ത നേരത്തെ തന്നെ ശരിവെച്ചിരുന്നതാണ്. ഇക്കാര്യത്തിൽ മറ്റൊരു വിശദീകരണവും ആരോഗ്യവകുപ്പിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഇത് കൃത്യമായിട്ട് ഗുരുതരമായ ഡ്യൂട്ടി ലംഘനം തന്നെയാണല്ലോ നടന്നിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ചോദിച്ചിരിക്കുന്ന ഈ വിശദീകരണത്തിന്റെ വിവരങ്ങൾ? മഞ്ജുഷ്, തീർച്ചയായിട്ടും ഗുരുതരമായൊരു വീഴ്ച തന്നെയാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ചത്. 7 വയസ്സുകാരന്റെ ജീവിതം
അത് 21 വയസ്സ് വരെ HIV TB ടെസ്റ്റുകൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടിയെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ആശുപത്രിയിൽ അത്തരത്തിൽ ജീവനക്കാർ തന്നെ അലക്ഷ്യമായി ഉപേക്ഷിച്ച ആ സിറിഞ്ച് എങ്ങനെയാണ് ആ സിറിഞ്ചിന്റെ നീഡിൽ അവിടെ എത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ഇതിൽ 19-ാം തീയതി, അതായത് കഴിഞ്ഞ 19-ന് ഡ്യൂട്ടിയിൽ കയറിയ 10ഓളം സ്റ്റാഫ് അവർക്കാണ് വിശദീകരണം നൽകുന്നതിന് വേണ്ടിയുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 12 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇവർക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ തന്നെ ആരുടെ ഭാഗത്താണ് ഇത്തരത്തിലൊരു വീഴ്ച വന്നിട്ടുള്ളത് എന്നുള്ളത്. കാരണം നമുക്കറിയാം, മഞ്ജുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശുപത്രിയിൽ കിടക്ക വിരിക്കുന്നതുൾപ്പെടെ ആശുപത്രിയിൽ ഉപയോഗിച്ച ശേഷമുള്ള നീഡലുകൾ നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ പ്രൊസീജിയർ പ്രോട്ടോകോളും ഉള്ള ഇടമാണ് ആശുപത്രി. അവിടെയാണ് ഇത്തരത്തിൽ അലക്ഷ്യമായി സൂചി കൊണ്ടുവന്ന് അവർ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം വന്നത്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യവകുപ്പ് ഈ 19-ാം തീയതി ചികിത്സ തേടിയ മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ തേടുന്നു എന്നുള്ളതാണ്. ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വ്യക്തികൾ അവർ എന്ത് ചികിത്സയ്ക്കാണ് എത്തിയത്, എന്ത് മരുന്നുകൾ ഉപയോഗിച്ചു എന്നതടക്കമുള്ള മുഴുവൻ വിവരശേഖരണവും ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. അത്തരത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഇതിലേക്ക് പ്രധാനമായി നയിച്ചത് മനുഷ്യാവകാശ കമ്മീഷൻ എടുത്ത കേസ് തന്നെയാണ്. ന്യൂസ് 18 വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം 2 ആഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബീനാകുമാരി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DMOയുടെ നേതൃത്വത്തിൽ ദ്രുതഗതിയിലുള്ള അന്വേഷണം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്. ശരി, ശരണ്യ സ്നേഹത്തിനാണ് വിവരങ്ങൾ നൽകിയത്. ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ആ ദിവസം ഡ്യൂട്ടിക്ക് കയറിയ ജീവനക്കാരോട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം പാളിയെന്ന് BJP സംസ്ഥാന സെക്രട്ടറി K. സുരേന്ദ്രന്റെ ആരോപണം. താൽക്കാലിക പുനരധിവാസം പോലും സാധിച്ചിട്ടില്ല. മന്ത്രി OR കേളു മാത്രമാണ് ഇപ്പോഴും ഇക്കാര്യത്തിൽ താൽപര്യം കാണിക്കുന്നത്. കേന്ദ്രത്തിന് ഇതുവരെ റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. 2 ദിവസ സന്ദർശനത്തിനായി പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി കൂടിക്കാഴ്ച നടക്കും. പ്രസിഡന്റ് ആൻഡ്രേജ് ദുഡയുവെ മോദി കാണും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കാൻ ചർച്ച ഗുണമാകുമെന്നാണ് പ്രതീക്ഷ. വാസോയും ന്യൂഡൽഹിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. മോണ്ടെ കാസിനോ യുദ്ധ സ്മാരകത്തിലും കോലാപൂർ സ്മാരകത്തിലും മോദി ആദരമർപ്പിച്ചു. വാസോയിലെ ഇന്ത്യൻ പ്രവാസികളെ മോദി അഭിസംബോധന ചെയ്തു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും ഏത് സംഘർഷവും നയതന്ത്രത്തിലൂടെയും ചർച്ചയിലൂടെയും പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പോളണ്ടിൽ നിന്ന് പ്രധാനമന്ത്രി തീവണ്ടി മാർഗം യുക്രൈനിലേക്ക് തിരിക്കും. 2 രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് 30 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നാട്ടാന വളർത്തൽ കേന്ദ്രമാണ് ഗുരുവായൂർ ആനക്കോട്ട. 38 ആനകളാണ് ഇവിടെയുള്ളത്. 150ഓളം പാപ്പാന്മാരുമുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘവും ജീവനക്കാരും മേലധികാരിയായി ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുമുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി ആനകളെ പരിപാലിച്ചു വരികയാണ് ദേവസ്വം ബോർഡ്. കേരളത്തിലെ ഏറ്റവും വലിയ ആന വളർത്തൽ കേന്ദ്രമാണ് ഗുരുവായൂരിലേത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് നിറയെ പച്ചപ്പുള്ള ഈ പ്രദേശം. രാജ്യത്തെ ഏറ്റവും വലിയ ആന സങ്കേതങ്ങളിലൊന്നായ ഇവിടെ ഓരോ വർഷവും ആയിരങ്ങളാണ് സന്ദർശിച്ചു മടങ്ങുന്നത്. 65 ആനകൾ ആനക്കോട്ടയിലുണ്ടായിരുന്നു. സന്ദർശകർക്ക് ആനകളുമായി ചെങ്ങാത്തം കൂടുകയും അവയ്ക്കൊപ്പം ചിത്രങ്ങൾ എടുക്കുകയും ചെയ്യാം. ആനകളെ നടക്കിരുത്തുന്നതിൽ നിയന്ത്രണം വന്നതോടെ ആനക്കോട്ടയിലെ ആനകളുടെ എണ്ണം കുറഞ്ഞു. ഓരോ വർഷവും കർക്കിടക മാസത്തിൽ 30 ദിവസം ആനകൾക്ക് സുഖചികിത്സ നടത്തും. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വം ചെലവിടുന്നുണ്ട്. ആനക്കോട്ടയിലെ ആനകളെ ശാസ്ത്രീയമായാണ് പരിപാലിക്കുക. ഓരോ ആനയ്ക്കും 3 പാപ്പാന്മാരുണ്ട്. ഡോക്ടർമാർ അടങ്ങുന്ന വിദഗ്ധ സംഘം വേറെയും. ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ വിവേക് തുടങ്ങി വിദഗ്ധരായ ആന ചികിത്സാ സംഘം നിരന്തരം ആനക്കോട്ടകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആനക്കോട്ടയിലുണ്ട്. കൃത്യമായ ഭക്ഷണം, വെള്ളം, മതപ്പാടുകാലത്തെ നിരീക്ഷണം എന്നിവ ഇവരുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. ആനകൾക്ക് ഒരുപക്ഷെ വർഷങ്ങളായി സുവർണ്ണ ജൂബിലി ആഘോഷിക്കാൻ പോണ നമ്മുടെ കോട്ടയിൽ എന്നും ഈ വെൽഫെയർ നേരത്തെ ഉണ്ടായിരുന്നു. അത് വർഷാവർഷങ്ങളായിട്ട് ആനയ്ക്ക് സുഖചികിത്സയും ആനകളെ പരിപാലിക്കുന്ന രീതിയിൽ വേൾഡിലെ നമ്പർ 1 ആയിട്ട് ആനക്കോട്ട, കേരളത്തിലെ പുന്നത്തൂർ ആനക്കോട്ട, ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ ആനക്കോട്ട തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ആനകളെ അത് നിന്ന് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ആ പഠനത്തിന്റെ വിധേയമായിട്ടൊരു ചെറിയൊരു യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയാം. ആനകളെ പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനക്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ ഇവിടെ കാഴ്ചക്കാരുണ്ട്, വരുന്നുണ്ട്. ആനകളുടെ സ്ഥിര ഡ്യൂട്ടികളുണ്ട്, പാപ്പന്മാർ ചെയ്യുന്നു. അതിന് മേൽനോട്ടം വഹിക്കാൻ
ഡോക്ടർമാരുണ്ട്, പിന്നെ സ്റ്റാഫുകളുണ്ട്. ഇതൊക്കെ കൂടിയിട്ടുള്ള വലിയ ഏറ്റവും കൂടുതൽ ദേവസ്വം ചെലവഴിക്കുന്നതും ഈ ആനക്കോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യവികാരങ്ങളും അത് തിരിച്ചറിഞ്ഞ് പെരുമാറാനുമുള്ള സവിശേഷ ഗുണവും ആനകൾക്ക് ഉണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്നും ഭയാശങ്കയോടെ കാട്ടിൽ അഭയം തേടിയ കുടുംബത്തിന് കാവലൊരുക്കിയ ആനക്കൂട്ടം ഇതിന് തെളിവാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. രാജു ഗുരുവായൂർ, ന്യൂസ് 18. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഹൈക്കോടതിയിൽ നൽകുന്നതിൽ സർക്കാരിന് തടസ്സമില്ലെന്ന് മന്ത്രി VN വാസവന്റെ പ്രതികരണം. സ്വമേധയാ കേസെടുക്കുന്നതിന് നിയമപ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. സർക്കാരിന് ഒന്നും മറയ്ക്കാനില്ലെന്നും മന്ത്രി പറഞ്ഞു. ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നതിന് ശേഷമാണ് മന്ത്രിയുടെ ഈ പ്രതികരണം. സർക്കാരിന് ഒന്നും ഒളിക്കാനില്ലല്ലോ ഇക്കാര്യത്തിൽ. സർക്കാർ ആദ്യം ഇന്നത്തെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ തുറന്ന മനസ്സോടുകൂടി ആദ്യത്തെ എറണാകുളത്തുണ്ടായ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇങ്ങനൊരു പരിശോധന അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. കൃത്യമായി അതിന് കമ്മിറ്റിയെ നിയോഗിച്ചു, കമ്മീഷനെ വെച്ചു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി ഇത് പരിശോധിച്ചു, റിപ്പോർട്ട് കൊടുത്തു. അത് പുറത്തു വിടുമ്പോൾ കോടതി ഇടയ്ക്ക് സ്റ്റേ ചെയ്യുകയും അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിൽ തടസ്സങ്ങൾ വന്നപ്പോഴാണ് ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഒന്നും മറയ്ക്കാനുമില്ല. ഈ കാര്യത്തിൽ ഒരു തരത്തിൽ ആരെയും രക്ഷപ്പെടുത്തുന്നുമില്ല. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6680, പവന് 53,440. 18 ക്യാരറ്റ് ഗ്രാമിന് 5530, പവന് 44,240. വെള്ളി ഗ്രാമിന് 92, കിലോയ്ക്ക് 92,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.